ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ സംഘപരിവാറിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള പല അറ്റാക്കുകളും ഉണ്ടാകുന്ന ഒരു ചെറിയ ആളുകളിൽ നിന്നാണ്. അതൊരു പൂർണ്ണമായിട്ടും സംഘപരിവാറിനെ താറടിക്കാൻ പറ്റില്ല. എന്ത് പറ്റി ചേട്ടായി, സാമുൽ ചേട്ടായി, കിട്ടിയല്ലേ പണി? അതാണ് മുസ്ലിങ്ങൾക്കെതിരെ സംഘപരിവാർ അഴിഞ്ഞാടുമ്പോ അതിനെതിരെ ശബ്ദിക്കാതെ സംഘികൾ നല്ലവരാണ് എന്ന് പറഞ്ഞ് പാലും പഴവും കൊടുത്ത് വളർത്തിയപ്പോ അവസാനം സ്വന്തം സമുദായത്തിലേക്ക് അവർ കയറി നിരങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലേ. എന്നും വീട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ നിങ്ങളുടെ നേരത്തേക്ക് വരും എന്നുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരുടെ നേരെ അവർ ഓൾറെഡി വന്നതാ. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും കിട്ടി പണി. അപ്പോ ഇടുന്ന് മോങ്ങുന്ന് കൊള്ളാമെടോ കൊള്ളാം. ഈ സാമുലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാളെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ സംഘികൾ നടത്തുമ്പോൾ സന്തോഷിക്കുക, പൊട്ടിച്ചിരിക്കുക. എന്തൊക്കെയായിരുന്നു മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുണ്ടായ അക്രമങ്ങൾ പോലും ന്യായീകരിച്ച വ്യക്തിയാ. ഇപ്പൊ ഇത് 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോ ബജ്രാങ്കൾ പറഞ്ഞ വാക്കുകളും കേട്ട് ഇപ്പൊ നെഞ്ചിൽ തറക്കുക. എന്നിട്ട് പറയാ, നിങ്ങൾ പഠിക്കും, ഇന്ത്യക്കാരെ നിങ്ങൾ പഠിക്കും, ലോക ജനത ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇന്ത്യ നാണം കെടാൻ പോവാന്നുള്ളത്. അതെന്തോടോ ഈ ഒരു പശുവിന്റെ പേരും പറഞ്ഞ് മാംസത്തിന്റെ പേരും പറഞ്ഞ് മുസ്ലിങ്ങളെ തെരുവ് തോറും ഇടിച്ച് കൊന്ന് പരിപ്പിളക്കിയപ്പോ നിന്റെ നാക്ക് വല്ല ആസനത്തിലും കയറി ഇരുന്നിരുന്നു ചോദിക്കുക. അന്നൊക്കെ മുസ്ലിങ്ങൾക്കെതിരെയാണല്ലോ സംഘികൾ പണിയെടുത്തത്. ഇപ്പൊ പണി അങ്ങ് കിട്ടി, അങ്ങ് ആസനത്തിൽ കിട്ടിയപ്പോ ഓൻ കിടന്ന് കുരയ്ക്കുന്നു. ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ അന്നും ഇന്നും എന്നും പറയുന്ന വാക്കുണ്ട്, സംഘികൾ പ്രശ്നക്കാരാണ് എന്നുള്ളത്. അതൊന്നും കേട്ടില്ല, ചെവി കൊള്ളാൻ ആർക്കും നേരെയില്ല. ഇയാള് ഈ നിരന്തരമായിട്ട് സംഘികളെ പാല് കൊടുത്ത് വളർത്തിയിരുന്ന അവസാനം കിട്ടി. തെരുവിലൂടെ നടന്നു പോകുന്ന ക്രൈസ്തവരായ ആളുകളെ നിരന്തരം മർദ്ദിച്ചിരുന്നു ഇവര്. ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഇയാൾ പറഞ്ഞു അത് അതുകൊണ്ടല്ല എന്നുള്ളത്. ഇന്ന് ഒരു പള്ളിയിൽ അച്ഛൻ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിലേക്ക് നടക്കാൻ കഴിയില്ല, ഞങ്ങൾ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞപ്പോ ആൾക്ക് കൊള്ളാം. തുടർന്ന് അങ്ങ് കേൾക്കാം. ഇവിടെ കൺവേർഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പണ്ട് ആളുകൾ പറയുന്നൊരു സംഭവമുണ്ട്, ഇവർ ഈ ആഹാരവും പണവും പാലും കഞ്ഞിയും ഒക്കെ കൊടുത്തിട്ടാണ് കൺവേർഷൻ ഉണ്ടാകുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്നും ചോദിക്കണ്ട, അതിനുള്ള മറുപടി നമ്മളെ ശശികല മേഡം തന്നിട്ടുണ്ട്. പാലും പഴമൊക്കെ നിരന്തരമായിട്ട് ആളുകൾക്ക് കൊടുത്തിട്ട് അവരൊക്കെ ക്രിസ്ത്യാനിയാക്കുകയായിരുന്നു എന്നാണ് മേഡം പറയുന്നത്. ആ മേഡത്തിനെ കുറിച്ചിട്ടാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് കേട്ടോ നിങ്ങൾ. നാട്ടില് ഈ കുരിശ് കമ്മിയാണ്, ഞങ്ങൾക്ക് ഈ ശല്യമില്ല, വല്ലാതല്ല. അവിടെ ഇത് കാടെടുത്ത് കുട്ടിയിട്ടില്ല, ഇനി ഒളിഞ്ഞും തെളിഞ്ഞും വരുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് നിശ്ചയില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ല. ഇതിന്റെ ഗുണം അറിയില്ല, ദോഷം അറിയില്ല. ഇനി അരിയും പയറുപൊടിയും പിന്നാലെ വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ നിശ്ചയില്ല, കാണുണ്ടായിട്ടില്ല. എന്താണ് ഒലിപ്പിക്കലില്ലേ? എന്താ രസം കേൾക്കാന്. ഈ ഒരു കാര്യത്തിനെയാണ് മാത്യു സാറ് പറഞ്ഞത്. അതായത് പാലും പഴമൊക്കെ കൊടുത്തിട്ട് ആളുകളെ ഇങ്ങനെ വലയിലാക്കുകയാണ് ഇവരെ പണിയെന്ന്. കൊള്ളാല്ലേ? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ അടിയാളന്മാരായിട്ട് നിന്നുകൊള്ളാം എന്ന് പറഞ്ഞ ഒരു കൂട്ടം സംഘികൾ ഉണ്ടായിരുന്നല്ലോ. അതേപോലെ ആളും നിന്നോക്കിയത്. പക്ഷെ ആള് വിശ്വസിക്കുന്ന, ആള് ഇഷ്ടപ്പെടുന്ന, ആള് ജീവിക്കുന്ന ആ സമുദായത്തിന് എതിരെ സംഘപരിവാർ തൊട്ടപ്പോ ആൾക്ക് പൊള്ളി. നിരന്തരമായിട്ട് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്ന സംഘികൾക്കെതിരെ അന്നൊന്നും മിണ്ടിയില്ല. ഇന്ന് മിണ്ടുക. കാരണം അവരാണ് പറയാണ് ഇനി മുതൽ ഈ ഡ്രസ്സ് പോലിട്ട് നടക്കണ്ട എന്നുള്ളത്. തുടർന്ന് കേൾക്കാം. പോയപ്പോഴും ഞാൻ കണ്ടു കൺവേർഷൻ നടക്കുന്നുണ്ട്. ശരിക്കും അതിന്റെ കാര്യം ഇവിടുത്തെ ഉന്നത കുലത്തിലുള്ള ഈ ജാതി വ്യവസ്ഥകൾ തന്നെയാണ് അതിന്റെ കാര്യം. ഈ ധനികന്മാരും അതേപോലെ ഇഷ്ടം പോലെ അഗ്രികൾച്ചർ, നിങ്ങൾക്കറിയാം അഗ്രികൾച്ചറാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പൊ അവിടെ ജോലി ചെയ്യാൻ ഇവർ വേണം. ഇവർക്ക് എഡ്യൂക്കേഷൻ കിട്ടി, അതേപോലെ തന്നെ ഇവർ ഇംഗ്ലീഷ് എഴുതാൻ തുടങ്ങി, അതുപോലെ ഇവർക്ക് ഗവൺമെന്റ് ജോലികളിലും മറ്റുള്ളിടത്തും ജോലി കിട്ടാൻ തുടങ്ങി. ഇപ്പൊ സ്കിൽ മാനേജ്മെന്റ് അവർക്ക് പലയിടത്തും ജോലി കിട്ടാൻ, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ തുടങ്ങി. ഇവരൊന്നും പഴയ പോലെ ഈ പറയുന്ന ആൾക്ക് ഈ എഡ്യൂക്കേഷനും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം ഇവിടെ പഴയ പോലെ താങ്ങിപ്പിടിച്ച് യജമാനൻ ഏമാനെന്നും പറഞ്ഞു പോകാതായി. ഇതൊരു കാരണമാണല്ലേ? അല്ലേ? എന്റെ പൊണ്ണു ചേട്ടാ, കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ബോധോദയം വന്നു, ഇപ്പൊ ബോധം ഉദിച്ചു. അതായത് താഴെ കിടക്കുന്നവൻ എന്നും താഴെ കിടക്കണം എന്ന് തന്നെയാണ് മനുസ്മൃതി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബ്രാഹ്മണനാണ് ഏറ്റവും ഉയരത്ത് എന്ന് തന്നെയാണ് അവർ പഠിച്ചു വെക്കുന്നത്. ആ ഒരു പഠനം അവിടെയുള്ള ദളിതന്റെ നെഞ്ചത്ത് ചവിട്ടാൻ അവർ ഉപയോഗിക്കും, മുസ്ലിങ്ങളെ ചവിട്ടി താഴ്ത്താൻ ഉപയോഗിക്കും, ക്രൈസ്തവന്റെ നെഞ്ചത്തൊട്ടും കയറി. ഈ രോദനം കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കാലം കുറച്ച് വൈകിട്ടാണെങ്കിലും താങ്കൾ മനസ്സിലാക്കിയല്ലോ. ഇനിയെങ്കിലും ആ മണിയടി അങ്ങ് നിർത്തണേ. മണിപ്പൂരിൽ പോലും നിങ്ങൾ മണിയടിച്ച് അങ്ങ് നിന്നേ. എന്തിന് പറയുന്നു, കഴിഞ്ഞ ക്രിസ്മസിന് എത്ര പുൽക്കൂടുകൾ തകർത്തു, എത്ര ക്രിസ്ത്യൻസിനെ ഉപദ്രവിച്ചു, അതൊന്നും മിണ്ടിയില്ല. വഴിയിലൂടെ നടന്നു പോകാൻ കഴിയാത്ത രീതിയിലൊക്കെ ആക്കി എന്നുള്ളതാ. പിന്നെ താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. ഓക്കെ,
അപ്പൊ അതവിടെ നടക്കുന്നുണ്ട്. അരിയും പഞ്ചസാരയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ മാറ്റുന്നത് എന്ന കാര്യവും ഇവിടെ താങ്കൾ സമ്മതിച്ചു തരുന്നുണ്ട്. സമ്മതിച്ചു തരുന്നോട് തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി പാവങ്ങളെ സംരക്ഷിക്കുന്നവരാരാണോ അവരുടെ കൂടെ തന്നെയാണ് അവർ നിൽക്കുകയുള്ളൂ. അത് അത്രേ ഉള്ളൂ. അതൊരു തെറ്റായ കാര്യമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഭരണഘടന ഏത് രീതിയിലാണോ പറയുന്നത് അത് ആ രീതിയിൽ എടുക്കുക. ഞാനത് പഠിച്ചിട്ട് പറയാം. ഈ നോർത്ത് ഇന്ത്യ പോയി കഴിഞ്ഞാൽ, ഈ ബാക്ക്വേർഡ് ക്ലാസ്സും ഈ ട്രൈബ്സും ഒക്കെ താമസിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ, അവിടെ ഈ ഹെൽത്ത് എന്ന് പറയുന്ന ആശുപത്രി എന്നൊക്കെ പറയുന്നത് അവിടുത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എലൈറ്റ് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് പല NGOs ഈ നക്സൽ ഏരിയയിലൊക്കെ കയറി വരുന്നത്. കാരണം അവരെ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ അങ്ങനെ അവർക്ക് ഹെൽത്ത്, അതിനുവേണ്ടി ജോലിക്കാരായിട്ട് നാരായൺപൂരിൽ നിന്ന് ദുർഗിലോട്ട് ട്രെയിനിൽ ആൾ വരുന്നു. അപ്പൊ ഇവിടുത്തെ ചില BJP ആൾക്കാർ പറയുന്നത് അവർ ടിക്കറ്റ് എടുത്തില്ല. ഇത് ബേസിക്കലി അവിടത്തേക്ക് മാത്രം കാര്യമല്ല. ഈ നോർത്ത് ഇന്ത്യൻസിന് ആൾക്കാർക്കൊന്നും അറിയത്തില്ല വണ്ടിയെ യാത്ര ചെയ്യാൻ ടിക്കറ്റ് വേണോ വേണ്ട എന്നൊന്നും. ആരെങ്കിലും ചോദിക്കും, അവർ ടിക്കറ്റിന്റെ പൈസ കൊടുക്കും. ഇപ്പൊ ടിക്കറ്റ് എടുക്കണമെന്ന് നിന്നാലും അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ധാരണയൊന്നുമില്ല. അങ്ങനെ സമ്മതിച്ചു തന്നു. ഇന്ത്യ എന്ന മഹാരാജ്യം പറ്റക്കടമാണ് എന്നുള്ളത്. അടിപൊളി അടിപൊളി. നോർത്ത് ഇന്ത്യൻസിന് ബുദ്ധിയില്ല എന്ന് താങ്കൾ സമ്മതിച്ചു. അവിടുത്തെ ട്രൈബ്സിന്റെ ഇടയിലേക്ക് ഈ ആളുകൾ ചെന്ന് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണവും കാര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് മതം മാറ്റുന്നുണ്ട് എന്ന ആള് സമ്മതിച്ചു തരികയാണെ ആ ഒരു കാര്യം ഒരു മുസ്ലിം ചെയ്തു എന്ന് കൂട്ടുക. ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതൻ, ഇപ്പൊ ഇദ്ദേഹം ഇത് കാണുകയാണെന്ന് കൂട്ടുക, ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതൻ ആരെയെങ്കിലും ഒക്കെ മതം മാറ്റാൻ വേണ്ടി ഇറങ്ങി എന്ന് വിചാരിക്കുക. അവൻ ഇന്ന് എവിടെയാ? UAPA. അവൻ ജയിലിലാണ്. അത് മനസ്സിലാക്കിയ കൊള്ളാം. ഇയാൾ പച്ചക്ക് പറയാണ് ഞങ്ങൾ മതം മാറ്റുന്നുണ്ട് എന്നുള്ളത്. ഒരു മുസ്ലിമിന് അങ്ങനെ പച്ചക്ക് പറയാൻ കഴിയില്ല. അതായത് മുസ്ലിം മതം വലിയ ഭീകരമായിട്ടുള്ള ഒരു മതവും അതേപോലെ അവരെ മതം മാറിച്ചെന്ന വലിയ പ്രശ്നം. ഇയാളുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഇയാൾ ക്രിസ്ത്യൻസിനെ വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനു വേണ്ടിയിട്ട് സംഘികളെ മണിയടിച്ച് നിന്നുള്ളൂ. ഇപ്പോ ക്രിസ്ത്യൻസിനും പണി കിട്ടിയപ്പോ ആരുടെ കൂടെയായി? മുസ്ലിങ്ങളുടെ കൂടെയായി, കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയായി. കൊള്ളാം. അപ്പൊ അങ്ങനെ പണി കിട്ടുമ്പോൾ മാത്രമാണ് ആളുകൾ പഠിക്കുന്നു എന്നുള്ളതാ. ഈ പണിയൊന്നും കിട്ടാതെ തന്നെ കൃത്യമായി പഠിച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരുടെയും നെഞ്ചത്ത് ഇവർ കയറും എന്നുള്ളത്. ഇപ്പൊ കയറി അങ്ങ് ഇരുന്നപ്പോ ഇയാൾ കിടന്ന് മെഴുകുന്നു, സംഘികൾക്കിട്ട് കൊട്ടുന്നു. കൊള്ളാം. കാലം വൈകിട്ടാണെങ്കിലും കൊട്ടല് തുടങ്ങിയല്ലോ, മതി. കാത്തലിക് സഭ അവരുടെ മിഷൻ പ്രവർത്തനം ഇന്ത്യ എല്ലായിടത്തും നടത്തുന്നുണ്ട്. ഈ ട്രൈബൽ ഏരിയ ആണെങ്കിലും പലയിടത്തും ഭയങ്കരമായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അവിടെയൊന്നും ഈ സംഘപരിവാറിന്റെ അതേപോലെ ബാക്ക്വേർഡ് ക്ലാസിനെയോ ട്രൈബ്സിനെയോ ഒക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന അവരുടെ സംഘടനകളൊന്നും എത്താൻ പറ്റുന്നില്ല. കാരണം അവർ ജാതിപരമായിട്ടൊന്നും ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അതാണ് ഈ ബേസ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഇവരെല്ലാം ഉന്നത ജാതിക്കാര്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുസ്മൃതിയെ പിടിച്ചോണ്ടിരിക്കുന്ന കക്ഷികളാണ് ഇവരൊക്കെ. അപ്പൊ അവർക്കെല്ലാം എല്ലാ സമയത്തും ഇവരെ അടിമകളായിട്ട് വേണം. അങ്ങനെയെങ്കിലും താങ്കൾ ആ വാ തുറന്നൊന്ന് സത്യം പറഞ്ഞല്ലോ. ഇത്രയും നാള് മണിയടിച്ച മണി അങ്ങ് തിരിച്ച് മടക്കി വെച്ചല്ലോ. സന്തോഷായിടാ, സന്തോഷായി. ഏതെങ്കിലും ഒരു മുസ്ലിം പുരോഹിതന് ഇത് പറയാൻ പറ്റുമോ? ഇന്ത്യയിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഞങ്ങൾ നടന്ന് മതം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പറയാൻ കഴിയില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. നേരെ തിരിച്ച് ക്രിസ്ത്യാനികളായ ഞങ്ങൾ ഇതാ മതം മാറ്റുന്നത്, ഞങ്ങളത് മാറ്റും എന്നാണ് ഇയാൾ പറയുന്നത്. എനിക്കിവിടെ ആരും കൊണ്ടുകൊണ്ട് മതം മാറ്റുന്നതിനോട് യാതൊരു യോജിപ്പില്ല കേട്ടോ. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ്, നമുക്കൊരു ഭരണഘടനയുണ്ട്, ജനാധിപത്യ രാജ്യമാണ്. ഞാൻ അത് വിശ്വസിച്ച് കൊണ്ട് മുന്നോട്ട് തന്നെ പോകുന്ന ഒരു മനുഷ്യനാണ്. ഇവിടെ പച്ചക്ക് പറയുകയാണ് ആള് ഞങ്ങൾ മതം മാറ്റുന്ന ആളുകളാണ് എന്നുള്ളത്. പഞ്ചാബിൽ കൂർഗിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കൂ. പഞ്ചാബിലുള്ള ആളുകളൊക്കെ എത്ര പെട്ടെന്ന് മതം മാറിയത്. സിഖുകാരുടെ പേര് പോലും അവർ മാറ്റിയിട്ടില്ല, അവരൊക്കെ ക്രിസ്ത്യാനികളായി എന്നാണ് ആള് പറയുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലേക്കും നിങ്ങൾ പോയി നോക്കൂ, അവിടെയുള്ളവരൊക്കെ ക്രിസ്ത്യാനികളായി, ഹിന്ദുക്കളൊക്കെ ക്രിസ്ത്യാനികളായി എന്നാണ് ആള് പറയുന്നത്. കൊള്ളാം. അതേ തിരിച്ച് അവിടെയുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളായി എന്ന് പറയുമ്പോൾ ഇയാളുടെ ഇത് മാറി, സംസാരം മാറി, തീവ്രവാദികളായി എന്ന രീതിയിലേക്ക് ആള് പറയുന്നു എന്നുള്ളതാ. എന്ത് വാടേ ഇത്? എന്താ ഞാൻ പറയേണ്ടത്? ഇത് ഇവർക്ക് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സംഘികളെ കൂട്ടുന്നതാ. പക്ഷെ സംഘികൾ തിരിച്ച് മാന്തിയപ്പോ ഇപ്പൊ കിടന്ന് ചൊറിയ, കിടന്ന് മോങ്ങിട്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ പൊന്നു മോനെ, താൻ ചെയ്ത പാപത്തിൻ കർമ്മം താൻ തന്നെ അനുഭവിച്ചിടണം. വീഡിയോയിലൂടെ തിരുത്തിക്കോളൂ കേട്ടോ. ഈ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാരണാസിയിൽ സ്വച്ഛ് ഭാരത് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ചില ദളിത് അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നവരുടെ കാല് കഴുകി. ഇത് വലിയ പ്രശ്നമാണ് ഇന്ത്യയില്. കാരണം ആ മെന്റാലിറ്റി സംഭവമാണ് ഇന്ത്യയിലുള്ള. അത് വളരെ വളരെ നാൾ കഴിഞ്ഞേ ഇത് മാറത്തുള്ളൂ. എവിടെ മാറുന്നു? നീ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, അത് മാത്രം വലിയ കാര്യം. അതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെയുള്ള ദളിതന്മാരെ ചവിട്ടി താഴ്ത്തുന്ന സംഘപരിവാറിന്റെ ആ ഒരു അജണ്ട, മനുസ്മൃതിയെ ചേർത്ത് വെച്ചുകൊണ്ട് അതേ ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന സംഘികളെ താങ്കൾ ഇപ്പോഴെങ്കിലും ഒന്ന് കണ്ടല്ലോ, കണ്ണു തുറന്ന് കണ്ടല്ലോ. പശുവിന്റെ പേരിൽ ആ പാവങ്ങളെ തല്ലിക്കൊല്ലുമ്പോ നീയൊക്കെ കയ്യും കൊട്ടി ചിരിച്ചവനാ.
അവസാനം സ്വന്തം തലക്ക് വന്ന് വീണപ്പോ പഠിച്ച് മോങ്ങ്. ഈ പറയുന്ന ബജരാങ്കൾ ഇവരുടെ ഒന്നും ഡിമാൻഡ് ഇതൊന്നും അല്ല. അവർക്ക് ജോലി ചെയ്യാൻ ആളിനെ കിട്ടുന്നില്ല. ഈ ക്രൈസ്തവർ അവരെ എഴുതാനും ഇംഗ്ലീഷ് വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു. അതുകൊണ്ട് അവർക്ക് ജോലിക്ക് ആൾക്കാരെ കിട്ടുന്നില്ല. അതിന്റെ പേരിലാണ് ഈ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെ ലോഹയിട്ട് അച്ഛന്മാരെയൊക്കെ ആക്രമിക്കുന്നത്. അത് ശരി. അപ്പൊ അതാണ് സംഭവം. അതായത് അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകി. ആ വിദ്യാഭ്യാസം നൽകിയത് സംഖ്യകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് ജോലിക്ക് ആളെ കിട്ടുന്നില്ല. സത്യം പറയച്ചത് ഇയാൾ പറഞ്ഞൊരു ഫാക്റ്റ് ആണ്, ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ മാറും, നന്നായിട്ട് മാറും. അവിടെ മാറി, ആ മാറ്റം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ആരാണോ ഇവരെ ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കുന്നത് അവർക്കെതിരെ ശക്തമായി രംഗത്ത് വരിക. ഇപ്പോ അവരെ സഹായിക്കാൻ പോകുന്ന ഇനി ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, പാവപ്പെട്ട ആളുകളെ സഹായിക്കാനാണല്ലോ പോകുന്നത്. ഞാൻ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് ചെയ്യുന്നു, അതിനോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസം നൽകുന്നു. ഇതാണ് ഇവർ ചെയ്തതെങ്കിൽ അതൊരു നന്മ തന്നെയാണ്. ഈ നന്മയൊന്നും ബജറാങ്കികൾ കാണില്ല, സംഘികൾ കാണില്ല. സംഘികൾ കാണുന്ന കാര്യം ഇതൊന്നു മാത്രമാണ്, അവരെ മതം മാറ്റാൻ വന്നതാണ്, അവരെ മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യമാണ്, അല്ലേ? പക്ഷെ ഈ ഒരു രീതിയിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവരെ ആൾക്കാർക്ക് അരി കൊടുത്തിട്ടും പഞ്ചസാര കൊടുത്തിട്ടൊന്നും ഇവർ മതം മാറ്റുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഏതൊരു വ്യക്തിയോട് ഇവർ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ ഖുറാനെ കുറിച്ച് പഠിക്കൂ, എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മതം സ്വീകരിക്കാം. പൂർണ്ണമായിട്ടും ഈ ഒരു വിശ്വാസത്തിൽ ലയിച്ചാൽ മാത്രമേ ആ മതത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ, മതത്തിലൂടെ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞത് കേട്ടുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല എന്നാണ് ഈ ചങ്ങായി പറയുന്നത് വെക്കുന്നത് കേട്ടോ. സത്യം പറയുന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തം ഇവർ നടന്നുകൊണ്ട് ഇങ്ങനെ ആളുകളെ സഹായിച്ച് മതം മാറ്റുന്നു. അതൊരു തെറ്റായ ഒരു സാധനം തന്നെയാണ്. അങ്ങനെ അല്ലല്ലോ അത് പറയേണ്ടത്. ചേർത്ത് വെച്ചു എന്ന് പറയുന്ന വാക്കിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. അതായത് നിർധനരായിട്ടുള്ള ദളിതരായ ആളുകളെ ചവിട്ടി താഴ്ത്തുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കുക യാത്രയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് വിദ്യാഭ്യാസം നൽകി, അവർക്ക് ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു. ഈ ഒരു കാര്യം പറയുന്ന രീതിയിൽ മാറ്റം വരുമ്പോൾ എന്തുണ്ടാവും? ഇവർ ഇന്ത്യ മൊത്തം നടന്ന് മതം മാറ്റുക എന്നുള്ള ഒരു സാധനമല്ലേ വരിക? അത്ര തന്നെ. ഇനിയിപ്പോ ആ ഒരു കന്യാസ്ത്രീകള് ആ ഒരു കാര്യം ആവൂല ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇയാൾ പറയുന്ന വാക്ക് കേട്ടി വെക്കുമ്പോൾ അത് അങ്ങനെയാണെന്ന് ആളുകൾക്ക് തോന്നും. അവർ പറയുന്നത്, ഗവൺമെന്റിന്റെ ചില ആൾക്കാർ പറയുന്നത് എന്തുവാ, ലോഹയിട്ടും ഇതേപോലെ വസ്ത്രങ്ങൾ ഇടാതെ നോർമലായിട്ട് നടന്നു കഴിഞ്ഞാൽ ആക്രമിക്കത്തില്ല. ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഇത്രമാത്രം വികൃതമായിട്ട് ചിത്രീകരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക, ഈ രാജ്യം എങ്ങോട്ടാ പോകുന്നത്? അതെ അതെ അതെ, വികൃതമായിട്ട് ചിത്രീകരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ബാബരി മസ്ജിദ് തകർത്തപ്പോ നീ കൊട്ടിഘോഷിച്ചവനാണ്. അതേപോലെ തന്നെ ഓരോ പള്ളിയിൽ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞപ്പോ നീ അതിനെ സപ്പോർട്ട് ചെയ്ത് നീ എവിടെ നിന്നൊക്കെയോ കള്ള ഡാറ്റകൾ വെച്ച് സംസാരിച്ചവൻ. അതൊന്നും ഇന്ത്യയുടെ പേര് വികൃതമാക്കുന്നില്ല എന്നാണ് നീ പറയുന്നത്, അല്ലെ? മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുമ്പോ ഗുജറാത്ത് കലാപത്തെ പോലും ന്യായീകരിച്ചവനല്ലടോ നീ. എന്നിട്ട് ഇപ്പൊ ഇത് വികൃതമായിട്ട് തോന്നുന്നുണ്ടല്ലേ? അതിന് അദ്ദേഹം വെക്കുന്ന ഒരു കാര്യം കൂടി, അത് കേൾക്കണം നിങ്ങൾ. ഇവിടുന്ന് മാറി ഈ നക്സലൈറ്റ് എന്ന് പറയുന്ന ഇഷ്യൂ പോലും ശരിക്കും അതിനെ സോർട്ട് ഔട്ട് ചെയ്ത് അവരെ ബിലീഫ്സിലോട്ട് കൊണ്ടുവന്ന് നക്സലിസം മാറ്റിയത് ഈ പറയുന്ന മിഷണറിമാരുടെ പങ്ക് വലിയ പങ്കാണ് അവർ വഹിച്ചത്. അവർക്ക് എന്തെങ്കിലും കണ്ടിട്ടാണോ ചെയ്ത്? അവരെന്തെങ്കിലും കണ്ടിട്ടാണോ ചെയ്തത് വെച്ചാൽ നിങ്ങൾ തന്നെയാണ് ഡാറ്റ ഇട്ടത്. പഞ്ചാബിലും ആന്ധ്രയിലും അതേപോലെ തമിഴ്നാട്ടിലും ക്രിസ്ത്യാനികൾ വളരുന്നുണ്ട്. വളരുന്നത് എന്തുകൊണ്ടാ? അത് ഇതുകൊണ്ടാ. അത് എങ്ങനെയാ? അത് ഇങ്ങനെയാ. താങ്കൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഈ മോദി ഭരണത്തിനകത്ത് പല ഭാഗത്തുനിന്നും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഭയങ്കരമായിട്ടുണ്ടായി. അതുകൊണ്ടാണ് കാത്തലിക്സ് പള്ളികളും, ഈ കാത്തലിക്സ് പള്ളിയൊക്കെ ഇവർ ധാരണ പുരുഷകളെ അറ്റാക്ക് ചെയ്യുക, കന്യാസ്ത്രീകളുടെ വസ്ത്രം കണ്ട് അവരെ അറ്റാക്ക് ചെയ്യുക. ജാർഖണ്ഡിലുണ്ടായില്ലേ, ഒറീസയിലുണ്ടായില്ലേ, പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞില്ല? മണിപ്പൂരിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് പറയില്ല. കാരണം അതിനെ കുറെ ന്യായീകരിച്ചും മെഴുകി വീഡിയോസ് ഒരുപാട് ചെയ്തതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഒന്ന് തിരിച്ചു വച്ച പണിയാണ്. ഇയാൾക്ക് സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം സമുദായത്തിനോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് മനസ്സിലായി. ആ ഒരു സമുദായത്തെ തൊട്ടപ്പോൾ മാത്രമാണ് പൊള്ളിയത്. ബീഫിന്റെ പേരിൽ ആളുകളെ കൊന്നപ്പോൾ പൊള്ളിയില്ല. വീട്ടിൽ കയറി ഫ്രിഡ്ജ് തുറന്ന് ചിക്കൻ ആണെങ്കിൽ പോലും ബീഫാണെന്ന് പറഞ്ഞ് കൊല്ലുന്ന ഒരു അവസ്ഥ വന്നപ്പോഴും മിണ്ടിയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മിണ്ടാത്തവൻ ഇപ്പൊ കിടന്ന് നന്നായി മിണ്ട്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുമല്ലോ. താങ്കളെ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. നിന്നെ തെറി വിളിക്കാനാണെങ്കിൽ പോലും അത് ആളുകൾ കേൾക്കുമല്ലോ. അതന്നെ വലിയ കാര്യമാണ്. ഇന്ത്യയുടെ പല പൊസിഷനിലിരിക്കുന്ന പല ആൾക്കാരും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്. അതായത് പല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സും ബ്യൂറോക്രാറ്റ്സും ജഡ്ജസും ഒക്കെ. ഇതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. പക്ഷെ തെരുവിലേക്ക് ഇറങ്ങി അറ്റാക്ക് ചെയ്യുമ്പോൾ ആലോചിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ഭയങ്കര ഇമേജ് വല്ലാതെ അങ്ങ് പോകും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണം ഒന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം ഓൾറെഡി. എന്താണ് ഉദാഹരണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഗോ സംരക്ഷകരാവും, ഗോമാതാക്കി പറയുന്ന ആളുകളെ കുറിച്ചിട്ടാവും താങ്കൾ പറയാൻ പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അഴിഞ്ഞാട്ടങ്ങളെ ഇനി താങ്കൾ എന്തായാലും സംഘികളെ ന്യായീകരിക്കില്ല. കാരണം തിരിച്ചത് നെഞ്ചത്തോട്ട് വീണല്ലോ, പിന്നെ തീർച്ചയായിട്ടും പറയല്ലോ. ആ ഉദാഹരണം ഞാൻ പറഞ്ഞത് തന്നെ കേട്ടോക്കി. ആസ് എ ജേർണലിസ്റ്റ് ഞാൻ ഏറ്റവും കൂടുതൽ കവർ ചെയ്ത ടോപ്പിക്കാണ്
ബീഫുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ബീഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പശുവും ഈ കാളയൊന്നും അല്ല, അതായത് പോത്ത്. ഇതവർ ഇത് കഴിക്കാറുണ്ട്. അതായത് അവർക്ക് ഈ പറയുന്ന ചിക്കനും ഈ മട്ടനും ഒന്നും അവർക്ക് അഫോർഡബിൾ അല്ല. അതിന്റെ പേരിൽ ഈ ദളിറ്റ്സും അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പല ഭാഗത്തും നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഈ ബീഫ് കഴിക്കും. നോർമലായത്. അതിനെതിരെ ഇവർ വലിയ പ്രശ്നമുണ്ടാക്കി. എന്റെ പൊന്നു മോനെ, നീ അതല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത്. നീ ആദ്യം പറഞ്ഞ വാക്ക് എന്താന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ എല്ലാവരും കേട്ടതും കണ്ടതുമാണ് എന്നുള്ളതാണ്. അത് ഹിന്ദുക്കളുടെ ദൈവമാണ്, അവരെ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ നീ പ്ലേറ്റ് അങ്ങ് തിരിച്ചല്ലേ. കൊള്ളാം, അവസരവാദികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കൊള്ളാടാ കൊള്ളാം. എന്തൊരു ന്യായീകരണം മൊത്തം കേട്ട് നമുക്ക് സംസാരിക്കാൻ. അന്നേരം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ആരാ? ഹിന്ദുക്കളായാലും ജെയിൻ കമ്മ്യൂണിറ്റി. അവര് ഉള്ളു പോലും കഴിക്കാത്തവര്. യാഥാർത്ഥ്യമല്ലയോ? ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലല്ല, ഹിന്ദുക്കളാണ്. ഏറ്റവും കൂടുതൽ ഒരു BJP സപ്പോർട്ടേഴ്സുവാ. എന്നിട്ട് അവസാനം എന്തായി? ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ പേര് നശിച്ചു. അതിനുശേഷമാണ് നരേന്ദ്രമോദി മുന്നോട്ടിറങ്ങിയിട്ട് ഈ പറയുന്ന വലിയ രീതിയിലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഈ പശുപാലനം ഗോപാലന സംഭവത്തെ കയറി ഒതുക്കി. അതെല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. അതായത് ഈ പശുവിനെ തിന്നാൻ പാടില്ല, പോത്തിനെ തിന്നാൻ പാടില്ല എന്ന് ഇവിടെ തല്ലുണ്ടാക്കിയല്ലോ. ആ സമയത്ത് നമ്മൾ കേരളത്തിൽ ബീഫ് ഫെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ അങ്ങ് ഗുജറാത്തിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ അവർ തല്ലിക്കൊന്നു, അടിച്ചു കൂട്ടി, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്നുള്ളതാണ്. അതിനുശേഷം ഈ പശുക്കൾ എന്നാരും തിന്നാറാതെ, അതായത് ഈ കറവ പറ്റിയ പശുവിനെയാണ് സാധാരണ നിലയ്ക്ക് നമ്മളെല്ലാവരും അറക്കാറ്. അത്തരം പശുക്കളൊക്കെ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി, ആളുകൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇന്ത്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പോലും ബുദ്ധിമുട്ടായി. അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തൊരു പരിപാടി ഉണ്ട്. ആ പരിപാടി അങ്ങ് അവസാനിപ്പിച്ച് നിങ്ങളടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് ഒഴിവാക്കുക എന്നുള്ളത്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇന്ത്യയിലെ കുറച്ച് സംഖ്യകളായ ആളുകൾ, എക്സ്പോർട്ടിംഗ് കമ്പനീസ് ഒന്നും കൂടി ശക്തമാക്കുന്നത്. ഇന്ത്യയിൽ നിന്നും പശുക്കളെയും പോത്തുകളെയൊക്കെ അങ്ങ് കയറ്റിവിട്ട്. അതാണ്, അതായത് അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഇവിടെ പെറ്റു പെരുകുള്ളൂ, തിന്നാൻ ആളില്ലെങ്കിൽ എന്നുള്ളത്. ഇവിടെയാണ് ഗവൺമെന്റ് ഇടപെടേണ്ടത്. കാരണം ഇത് വളരെ സീരിയസ് ആണ്. ഗ്ലോബലായിട്ട് ഇത് ഇന്ത്യയുടെ പേര് വളരെ മോശമാക്കി മാറ്റും. മണിപ്പൂരിന്റെ ആ സംഭവം മാറിയിട്ടില്ല, ഇത് വീണ്ടും കത്താൻ പോവുകയാണ് ഇഷ്യൂ. ഇന്ത്യയിലാകുവാൻ ഇതൊരു ഇഷ്യൂ ആകുന്നതോടൊപ്പം ഇന്ത്യയുടെ പേര് ലോകത്തെമ്പാടും ഇതിനെ സീരിയസ് ആയിട്ട് ബാധിക്കും. ലോകത്തെമ്പാടും സീരിയസ് ആയിട്ട് ബാധിക്കുന്ന താങ്കൾക്ക് കേൾക്കുന്ന ആളുകൾ മനസ്സിലാവും. ക്രിസ്ത്യൻസിന്റെ എണ്ണം ഈ ലോകത്ത് കൂടുതലാണ്. അവർ ഇടപെടലുകൾ നടത്തും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആള് പറഞ്ഞു വെക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം പോലും ചിലപ്പോൾ പൊളിഞ്ഞ് പാളീസാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഈ ഒരു സംഭവം വന്നപ്പോൾ മാത്രമായിട്ട് ഇന്ത്യയുടെ പേര് മാറിയിട്ടുള്ളത്. വേറെ സംഭവങ്ങൾ വന്നപ്പോഴും ഇന്ത്യയുടെ പേരിനൊന്നും പറ്റിയിട്ടില്ല. അതോടുകൂടി മറ്റുള്ള കമ്മ്യൂണിറ്റി ആൾക്കാരും നിങ്ങൾക്കറിയാം എന്താണ് ബംഗ്ലാദേശിലുണ്ടായത്. അതേപോലെ തന്നെ മറ്റു പലയിടത്തും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയരുത്. കാരണം ഇത് മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ്. കാരണം ഇത് വല്ലാതെ അങ്ങ് വേസ്റ്റ് ആയിട്ട് അങ്ങ് പോകും. കാരണം കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകത്തിലാകുവാനും അവർ നടത്തുന്ന ചാരിറ്റിയും പരിപാടിയൊക്കെയാണ്. ഇതേ രീതിയിലുള്ള അറ്റാക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ലോകത്ത് പല രാജ്യങ്ങളും ഇന്ത്യക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വലിയ രീതിയിലുള്ള വിമർശനത്തിനും ഇടയാകും. ഓക്കെ, അപ്പോ ഇന്ത്യയെ ബാൻ ചെയ്യും, ബഹിഷ്കരിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു വിഷയത്തിലെങ്കിലും താങ്കൾ സംസാരിച്ചത് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. സന്തോഷം. കാലങ്ങളായിട്ട് ഞാൻ പറയുന്ന ഒരു വിഷയമാണിത്. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ ഞങ്ങൾക്ക് ആരാ? ശത്രുക്കളാണ് എന്ന് തന്നെയാണ് അവരുടെ ഗോവർക്കർക്കർ പറഞ്ഞിട്ടുള്ളത്. ഷൂവർക്കർക്കും പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ നെഞ്ചത്തോട്ട് അവരുണ്ടാവും. ഓരോ കാര്യങ്ങളിൽ ഇവർ ഇടപെടലുകൾ അങ്ങനെയാണ്. ഇവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അവർ പണി എടുത്തുകൊണ്ടേയിരിക്കും. നേരം വെളുക്കാത്ത ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നേരം വെളുത്തിട്ടുണ്ട് ട്ടാ. ഒന്ന് നോക്കണേ, കണ്ണ് തുറന്ന് നോക്കണേ. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ദളിതർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ക്രൈസ്തവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഇതൊക്കെ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? സംഘികളാ. ഈ സംഘികളെ മാറ്റി നിർത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പഠിക്കാൻ കിടക്കുന്നുള്ളൂ. അത്ര ഞാൻ പറയുന്നുള്ളൂ. പരമാവധി ഷെയർ ചെയ്യണം കേട്ടാ. ഇദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റം ഒന്ന് എല്ലാവരും അറിയട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.